ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എറേസർ വെച്ചിട്ടാണ് കേട്ടോ. ഈ എറേസർ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. അതിൽ എനിക്കറിയാവുന്ന കുറച്ച് ഐഡിയാസാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഞാനൊരു എറേസർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ കൂടി ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. 2 പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതാ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ സേഫ്റ്റി പിന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കമ്മലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ കാത് തൂങ്ങി നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതാ 2 പീസിൽ ഇതുപോലെ കുഞ്ഞു ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കമ്മലിൽ ബട്ടൺ യൂസ് ചെയ്യാറില്ലേ, അതിന് പകരമായിട്ട് ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഭാരമുള്ള കമ്മലിട്ട് കഴിഞ്ഞാൽ കാത് തൂങ്ങില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൂടാതെ ഒരു കുഞ്ഞു പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 4 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടാമത് കട്ട് ചെയ്ത പീസിനെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത 2 പീസും ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള 2 പീസും ടോട്ടൽ 4 പീസാണ് എൻ്റെ കയ്യിലുള്ളത്. സാധാരണ നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കട്ടിംഗ് ബോർഡ് ഇളകാറുണ്ട്. അപ്പോൾ ഒട്ടും ഇളക്കമില്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇറേസറിൻ്റെ 4 പീസ് കട്ടിംഗ് ബോർഡിൻ്റെ 4 കോർണറിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ബോർഡിന് ഒരിളക്കം പോലും ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മളൊരു പേജിൽ എഴുതുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള പേജ് പ്രത്യേകിച്ച് ഫാനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ ഇതുപോലെ പാറി വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. ഞാനൊരു എറേസർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് ആഴത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് അകത്തി കൊടുത്തതിന് ശേഷം എഴുതുന്നതിനപ്പുറത്തുള്ള 3ഓ 4ഓ പേജ് ആ ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ പേജ് ഒട്ടും പറന്ന് പോവുകയില്ല. ഇടുന്ന ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതാ ഞാൻ കണ്ടോ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ കണ്ടോ 3-4 പേജ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമുക്ക് ഒട്ടും അത് പറന്നു പോവില്ല. ഇനി അതല്ലാതെ നമ്മൾ കട്ടിയുള്ള പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വായിക്കാറുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം ഞാനിതാ ഈ ഒരു എറേസറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒരു ഹോള് നല്ല ആഴത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കൊതുക് തിരിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൊതുക് തിരി വെക്കാനുള്ള സ്റ്റാൻഡ് യൂസ് ചെയ്യാറുണ്ട്. അതില്ലാണ്ട് ഒക്കെ നമുക്ക് ഇതേപോലെ ഒരു എറേസർ ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഹോൾസ് ഇട്ടിട്ടുള്ള ആ ഒരു എറേസറിൽ ഒരു ഭാഗത്ത് ഇതേപോലെ ഗമ്മൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജനലിലാണിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കണ്ടോ ഇതേപോലെ കൊതുക് തിരി ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ആയിട്ട് തന്നെ അതവിടെ കിടക്കുകയും ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് കൊതുക് തിരി കത്തിച്ച് വെക്കാനും സാധിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ വേറൊരു എറേസർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പിറകു വശത്ത് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ചുമരിലാണ് കേട്ടോ. നമ്മൾ ഡോറൊക്കെ അടക്കുന്ന സമയത്ത് ഡോറിൻ്റെ പിടിയൊക്കെ ചുമരിൽ വന്നിട്ട് നല്ല സ്പീഡിൽ വന്ന് തട്ടുമ്പോൾ ചുമരൊക്കെ ഡാമേജ് ആവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ആ ഒരു തട്ടുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു എറേസർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എറേസർ വന്ന് തട്ടുകയും ചുമരിനൊന്നും ഒട്ടും ഡാമേജ് ഇല്ലാതെ നമ്മുടെ വീട് നല്ലപോലെ നമുക്ക് കീപ്പ് ചെയ്യാനും സാധിക്കും. ഞാൻ കാണിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അലമാരയാണ് കേട്ടോ. അതിൻ്റെ ഒരു പിടി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാനും ഒക്കെ നല്ല പാടാണ്.
നമ്മൾ അടിയിൽ പിടിച്ചിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ പിടി പോന്നിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു എറേസറിൽ ഗമ്മ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ എറേസറിൽ പിടിച്ചിട്ട് വലിക്കുകയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാനും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു എറേസർ നല്ലപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എറേസറിൽ പിടിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായാലും ആ ഒരു എറേസറിൽ പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡോർ ക്ലോസ് ആയിട്ട് കിട്ടും. അപ്പോൾ എറേസർ വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഐഡിയാസ് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.